അടിയുറപ്പിച്ച ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ സ്ഥാപനമാണ് ISRO. എന്നാണ് ISRO നിലവിൽ വന്നത്? എന്തുകൊണ്ടാണ് ISRO ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായത്? ഏത് തന്ത്രമാണ് ISRO ഈ പദവിക്ക് വേണ്ടി ഉപയോഗിച്ചത്? മുമ്പ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നറിയപ്പെട്ടിരുന്ന ISRO 1962 ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചു. 1969 ഇത് ISRO എന്ന പുതിയ നാമത്തിൽ അറിയപ്പെടുകയും അറ്റോമിക് എനർജി റിപ്പോർട്ട്മെന്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയിൽ ISRO സ്ഥാപനവൽക്കരിക്കപ്പെട്ട ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 1972 സർക്കാർ ഒരു സ്പേസ് കമ്മീഷനും ISROയെ അതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന DOSഉം നിർമ്മിച്ചു. അതിനുശേഷം ഇത് DOS ആണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത് ജ്യോതിശാസ്ത്രത്തിന്റെയും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെയും മേഖലയിലെ മറ്റ് വിവിധ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുകയാണ്. 1975 സോവിയറ്റ് ബഹിരാകാശ ഏജൻസിയായ ഇന്റർകോസ്മോസ് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട ISRO നിർമ്മിച്ചു. 1980 തദ്ദേശീയമായി നിർമ്മിച്ച വിക്ഷേപണ വാഹനമായ SLV-3യിൽ RS-1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇത് ഇന്ത്യയെ പരിക്രമണ വിക്ഷേപണങ്ങൾ നടത്തുന്ന 7ാമത്തെ രാജ്യമാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് വിവിധ ചെറിയ ലിഫ്റ്റ്, മീഡിയം ലിഫ്റ്റ് വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇത് ഏജൻസിയെ വിവിധ ഉപഗ്രഹങ്ങളും ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളും വിക്ഷേപിക്കാൻ പ്രാപ്തമാക്കി. ക്രയോജനിക് എഞ്ചിനുകൾ വിന്യസിക്കാനും അന്യഗ്രഹ ദൗത്യങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കാനുള്ള കഴിവുള്ള പൂർണ്ണ വിക്ഷേപണ ശേഷിയുള്ള ലോകത്തിലെ 6 സർക്കാർ ബഹിരാകാശ ഏജൻസികളിൽ ഒന്നാണിത്. ആളില്ലാ സോഫ്റ്റ് ലാൻഡിംഗ് കഴിവുകൾ പ്രകടിപ്പിച്ച 4 സർക്കാർ ബഹിരാകാശ ഏജൻസികളിൽ ഒന്നാണിത്. സാമൂഹികമായും സാമ്പത്തികമായും ഇസ്രോയുടെ പരിപാടികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ദുരന്ത നിവാരണം, ടെലിമെഡിസിൻ, നാവിഗേഷൻ, രഹസ്യാന്വേഷണം തുടങ്ങിയ വിവിധ വശങ്ങളിൽ ഇത് സിവിലിയൻ സൈനിക മേഖലകളെ പിന്തുണച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗിലും മറ്റ് അനുബന്ധ മേഖലകളിലും പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഇസ്രോയുടെ സ്പിൻ ഓഫ് സാങ്കേതിക വിദ്യകൾ സഹായകരമായിട്ടുണ്ട്. നാം ISROയുടെ രൂപീകരണ കാലഘട്ടത്തിലേക്ക് നീങ്ങിയാൽ ഇന്ത്യയിലെ ആധുനിക ബഹിരാകാശ ഗവേഷണത്തിന്റെ തുടക്കം 1920കളിൽ നിന്നാണ്. അന്ന് ശാസ്ത്രജ്ഞനായ SK മിത്ര കൊൽക്കത്തയിൽ ഭൂഗർഭ റേഡിയോ വഴി അയണോസ്ഫിയറിനെ ശബ്ദപ്പെടുത്തുന്ന നിരവധി പരീക്ഷണങ്ങൾ നടത്തി. പിന്നീട് CV രാമൻ, മേഘനാഥ് സാഹ തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശ ശാസ്ത്രത്തിൽ ബാധകമായ ശാസ്ത്രീയ തത്വങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്തു. 1945 ശേഷം ഇന്ത്യയിലെ ഏകോപിത ബഹിരാകാശ ഗവേഷണത്തിൽ 2 ശാസ്ത്രജ്ഞർ പ്രധാന പുരോഗതി കൈവരിച്ചു. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകനായ വിക്രം സാരാഭായിയും 1945 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ച ഹോമി ഭാഭയുമാണ് അവർ. ബഹിരാകാശ ശാസ്ത്രത്തിലെ പ്രാരംഭ പരീക്ഷണങ്ങളിൽ കോസ്മിക് വികിരണത്തെക്കുറിച്ചുള്ള പഠനവും ഉയർന്ന ഉയരത്തിലും വായുവിലുള്ള പരീക്ഷണവും ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനന കേന്ദ്രങ്ങളിലൊന്നായ കോലോർ ഖനികളിലെ ആഴത്തിലുള്ള ഭൂഗർഭ പരീക്ഷണവും മുകളിലെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനവും എന്നിവ ആ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് വിക്രം സാരാഭായി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ഒരു മഹാ ബഹിരാകാശ കേന്ദ്രമായി മാറ്റുക എന്നുള്ളതാണ്. ഈ പഠനങ്ങളെല്ലാം നടന്നത് ഗവേഷണ ലബോറട്ടറികൾ, സർവകലാശാലകൾ, സ്വതന്ത്ര സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ്. കാരണം ഇത് ഒരു രഹസ്യ മുന്നേറ്റമായി കാണാനാണ് അവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്. 1950 ഭാഭ സെക്രട്ടറിയായി അറ്റോമിക് എനർജി വകുപ്പ് സ്ഥാപിതമാവുകയും ചെയ്തു. ഇന്ത്യയിലുടനീളം ബഹിരാകാശ ഗവേഷണത്തിന് ഇത് ധനസഹായം നൽകുകയും ചെയ്തു. ഈ സമയത്ത് കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെയും ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിന്റെയും വശങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്തു. 1823 കൊളാബ ഒബ്സർവേറ്ററി സ്ഥാപിതമായതു മുതൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു അത്. 1954 ഹിമാലയത്തിന്റെ താഴ്വരയിൽ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് സ്ഥാപിതമാവുകയും ചെയ്തു. 1957 ഹൈദരാബാദിലെ ഒസ്മാനിയ സർവകലാശാലയിൽ രംഗ്പൂർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചു.
ബഹിരാകാശ ഗവേഷണത്തെ ഇന്ത്യൻ സർക്കാർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിക്കുകയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ബഹിരാകാശ വിക്ഷേപണം നടത്താനുള്ള സാധ്യതകൾ തുറക്കുകയും ചെയ്തു. ഡോക്ടർ വിക്രം സാരാഭായിയുടെ നിർദ്ദേശപ്രകാരം 1962 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇൻകോസ്പാർ സ്ഥാപിച്ചത്. തുടക്കത്തിൽ ബഹിരാകാശ പദ്ധതിക്കായി ഒരു പ്രത്യേക മന്ത്രാലയം ഉണ്ടായിരുന്നില്ല. ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഇൻകോസ്പാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും DAയിൽ തന്നെ തുടർന്നു. റോക്കറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലന്റുകളെയും നൂതന ലൈറ്റ് മെറ്റീരിയലുകളെയും കുറിച്ചുള്ള അറിവ് പ്രയോജനപ്പെടുത്താനായി ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് IOFS ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷന്റെ ആദ്യ ഡയറക്ടറായി IOFS ഉദ്യോഗസ്ഥനായ HGS മൂർത്തിയെ നിയമിച്ചു. അവിടെ സൗണ്ടിംഗ് റോക്കറ്റുകൾ വിക്ഷേപിച്ചു. ഇത് ഇന്ത്യയിൽ മുകളിലെ അന്തരീക്ഷ ഗവേഷണത്തിന്റെ തുടക്കം കുറിച്ചു. രോഹിണി എന്ന നാമത്തിൽ ഒരു തദ്ദേശീയ സൗണ്ടിംഗ് റോക്കറ്റ് പരമ്പര പിന്നീട് വികസിപ്പിക്കുകയും 1967 മുതൽ വിക്ഷേപണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. മറ്റൊരു IOFS ഉദ്യോഗസ്ഥനായ വാമൻ ദത്താത്രേയ പട്വർദ്ധൻ റോക്കറ്റുകൾക്കായുള്ള പ്രൊപ്പല്ലന്റ് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഇനി നാം നീങ്ങുന്നത് 1970, 1980 എന്നീ കാലഘട്ടത്തിലേക്കാണ്. ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിന് കീഴിൽ ഇൻകോസ്പാറിനെ ISRO മാറ്റി സ്ഥാപിച്ചു. പിന്നീട് 1972 ഇന്ത്യയിലെ ബഹിരാകാശ സാങ്കേതിക വികസനത്തിന് പ്രത്യേകമായി മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും രൂപീകരിച്ചു. ISROയെ DOSന് കീഴിൽ കൊണ്ടുവന്നു. ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണം സ്ഥാപനവൽക്കരിക്കുകയും ഇന്ത്യയിൽ ബഹിരാകാശ പദ്ധതിയെ നിലവിലുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ബഹിരാകാശ സഹകരണത്തിനായുള്ള സോവിയറ്റ് ഇന്റർകോസ്മോസ് പ്രോഗ്രാമിൽ ഇന്ത്യ ചേരുകയും ചെയ്തു. സോവിയറ്റ് റോക്കറ്റ് വഴി അതിന്റെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ടയെ ഭ്രമണപഥത്തിലേക്ക് അയക്കുകയും ചെയ്തു. സൗണ്ടിംഗ് റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടിയ ശേഷമാണ് ഒരു ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. 35 കിലോഗ്രാം ഭാരമുള്ള ഒരു പിണ്ഡം താഴ്ന്ന ഭൂമിയുടെ ബ്രഹ്മപഥത്തിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായ വേഗത നൽകാൻ കഴിവുള്ള ഒരു ലോഞ്ചർ വികസിപ്പിക്കുക എന്നതായിരുന്നു ആ പുതിയ ആശയം. 400 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ 40 കിലോഗ്രാം എത്തിക്കാൻ കഴിവുള്ള സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കാൻ ISROയ്ക്ക് ഏകദേശം 7 വർഷത്തോളം എടുത്തു. ഒരു വിക്ഷേപണ ക്യാമ്പയിനായി ഒരു SLV ലോഞ്ച് പാഡ്, ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, ട്രാക്കിംഗ് നെറ്റ്വർക്കുകൾ, റഡാറുകൾ, മറ്റ് ആശയവിനിമയങ്ങൾ എന്നിവ സജ്ജീകരിക്കേണ്ടി വന്നു. 1979 SLVയുടെ ആദ്യ വിക്ഷേപണത്തിൽ ഒരു രോഹിണി ടെക്നോളജി പാലോഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഉപഗ്രഹത്തെ അതിന്റെ ആവശ്യമുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. 1980 ഒരു രോഹിണി സീരീസ് 1 ഉപഗ്രഹം വഹിച്ചുകൊണ്ട് വിജയകരമായ വിക്ഷേപണം നടത്തി. ഇത് ഇന്ത്യയെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന 7ാമത്തെ രാജ്യമാക്കി മാറ്റുകയും ചെയ്തു. 1979 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഭാസ്കർ വിക്ഷേപിച്ചതിനാൽ ഭ്രമണപഥത്തിലെത്തിയ 3ാമത്തെ ഇന്ത്യൻ ഉപഗ്രഹമായിരുന്നു RS-1. 600 കിലോഗ്രാം ബഹിരാകാശ പേടകങ്ങളെ 1000 കിലോമീറ്റർ സൂര്യ സിൻക്രണസ് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു മീഡിയം ലിഫ്റ്റ് വിക്ഷേപണ വാഹനം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ 1978 ആരംഭിച്ചിരുന്നു. 1990കളിലെ PSLVയുടെ വരവ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിക്ക് ഒരു വലിയ അഭിമാന നിമിഷമായിരുന്നു. 1994 ആദ്യ വിക്ഷേപണവും പിന്നീട് 2 ഭാഗിക പരാജയങ്ങളും ഒഴികെ PSLVക്ക് 50ലധികം വിജയകരമായ വിക്ഷേപണങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്തു. PSLV ഇന്ത്യയെ അതിന്റെ താഴ്ന്ന ബ്രഹ്മപഥത്തിലെ എല്ലാ ഉപഗ്രഹങ്ങളും, GDOയിലേക്കുള്ള ചെറിയ പോലോഡുകളും 100 കണക്കിന് വിദേശ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കാൻ പ്രാപ്തമാക്കി. PSLV വിമാനങ്ങൾക്കൊപ്പം ഒരു പുതിയ റോക്കറ്റിന്റെ വികസനവും ഒരു ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ നടന്നുകൊണ്ടിരുന്നു. 21ാം നൂറ്റാണ്ടിൽ അഥവാ 2003 പ്രധാനമന്ത്രി അടക്കൽ ബിഹാരി വാജ്പേയി ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ചാന്ദ്രഗ്രഹ ദൗത്യങ്ങൾക്കായുള്ള പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. 2008 ISRO PSLVയിൽ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. ചന്ദ്രനിൽ ജലസാന്നിധ്യം പരിശോധിക്കുന്നതിനായുള്ള ആദ്യ പേടകമാണിതെന്ന് പറയപ്പെടുന്നു. 2013 ISRO ഒരു PSLVയിൽ മാർസ് ഓർബിറ്റർ മിഷൻ അല്ലെങ്കിൽ മംഗളിയാൻ വിക്ഷേപിച്ചു. പിന്നീട് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ
പ്രവേശിച്ച ആദ്യത്തെ ഏഷ്യൻ ബഹിരാകാശ പേടകമായി ഇത് മാറി. ആദ്യ ശ്രമത്തിൽ തന്നെ ഇത് വിജയിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. അങ്ങനെ നീണ്ട കാലങ്ങൾക്കൊടുവിൽ 2023 ഓഗസ്റ്റ് 23 ഇന്ത്യ ഒരു അന്യഗ്രഹ ഗ്രഹത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് ബഹിരാകാശ പേടകം വിജയകരമായി ഇറക്കിയ ആദ്യ രാജ്യമായും ISROയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ഉപയോഗിച്ച് ചന്ദ്രനിൽ ബഹിരാകാശ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറി. ഇന്ത്യൻ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ അധികം പര്യവേഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിന് സമീപം വൈകുന്നേരം 6:04 വിക്രം ലാൻഡറിന്റെ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതിയാണിത്. തുടർന്ന് ഇന്ത്യ 2023 സെപ്റ്റംബർ 2 ഒരു PSLVയിൽ ആദ്യത്തെ സോളാർ പ്രോബ് ആയ ആദിത്യ L1 വിജയകരമായി വിക്ഷേപിക്കുകയും ചെയ്തു. 2024 ഡിസംബർ 30 ISRO സ്പെയ്ഡെക്സ് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. 2 ചെറിയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശ പേടക സംഗമം, ഡോക്കിംഗ്, അൺഡോക്കിംഗ് എന്നിവയ്ക്ക് തുടക്കമിട്ടു. 2025 ജനുവരി 16 ISRO ടെലിമെട്രി ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്കിന്റെ മിഷൻ ഓപ്പറേഷൻസ് കോംപ്ലക്സ് ഡോക്കിംഗ് പ്രക്രിയ വിജയകരമാണെന്ന് സ്ഥിരീകരിച്ചു. USA, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം വിജയകരമായ സ്പേസ് ഡോക്കിംഗ് നേടിയ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡോക്കിങ്ങിന് ശേഷം 2 ഉപഗ്രഹങ്ങളെ ഒരൊറ്റ സ്ഥാപനമായി നിയന്ത്രിക്കാനും ISROക്ക് വിജയകരമായി സാധിച്ചു. 2027 തുടക്കത്തിൽ വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്ന ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യത്തിനായുള്ള അന്തിമ അബോർട്ട് പരീക്ഷണം ISRO പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി എന്ന നിലയിൽ ഗവേഷണം, രഹസ്യാന്വേഷണം, ആശയവിനിമയം തുടങ്ങിയ എല്ലാ ബഹിരാകാശ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും പിന്തുടരുക എന്നതാണ് ഇസ്രോയുടെ ലക്ഷ്യം. ബഹിരാകാശ റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും രൂപകൽപ്പനയും വികസനവും ഇത് ഏറ്റെടുക്കുന്നു. കൂടാതെ മുകളിലെ അന്തരീക്ഷവും ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളും പര്യവേഷണം ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയിൽ സാങ്കേതിക വിദ്യകൾ ISRO ഇൻകുബേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ വളർച്ചയെ താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ISROയുടെ വികസനമെല്ലാം നിരീക്ഷിച്ചിരുന്നത് വിക്രം സാരാഭായി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രം സാരാഭായി ISROയുടെ ആദ്യ ചെയർമാൻ എന്ന പദവിയിലേക്ക് പോവുകയാണ്.